അരുൺ, ഐഷ പോറ്റി എന്ന MLA നമുക്കറിയാം കൊട്ടാരക്കരയിൽ 7 തവണ മത്സരിച്ച് ജയിച്ച ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചാണ് അവർ ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. പിന്നീട് ഓരോ തവണയും തൻ്റെ വോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഒരു നേതാവാണ്, അത്ര ശക്തയായ ഒരു നേതാവായിരുന്നു. പക്ഷെ പിന്നീട് പാർട്ടിയുമായി ഒരു അകൽച്ച ഉണ്ടാവുന്നു, മാനസികമായി അകലുന്നു, പാർട്ടി വേദികളിൽ കാണാതെയാവുന്നു. അങ്ങനെ പോയൊരു നേതാവിനെ സ്വാഭാവികമായും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി കിട്ടുന്നത് വളരെ അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള ഈ ഓപ്പറേഷൻസ് എത്ര കാര്യമായി നടക്കുന്നുണ്ട്? ഈ പാർട്ടി വേദിയിലെ സാന്നിധ്യം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിന്റെ മുന്നോടിയാണോ? ശ്രീജ, ഐഷ പോറ്റി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാലും അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാലും കോൺഗ്രസിന് വലിയ നേട്ടമാണ്. ചെറുതല്ലാത്തൊരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഐഷ പോറ്റി. അവർക്ക് വിപുലമായ വ്യക്തിബന്ധം ആ മണ്ഡലത്തിലുണ്ട്. നമുക്കറിയാം 3 തവണ MLA ആയിരുന്നതാണ്. 2ാം ടൈമിൽ വലിയ ഭൂരിപക്ഷത്തിൽ ആദ്യം ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച് വരുന്നു, പിന്നീട് വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 2ാം ടൈമിലും അവർ MLA ആകുന്നു. പക്ഷേ 3ാം ടൈമിലേക്ക് CPM അവിടെ രാജഗോപാലിനെ മത്സരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. 2 ടൈം ഐഷ പോറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം വരുത്താൻ CPM ആലോചിച്ചു. അന്ന് അവർ വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ അറിയിച്ച് പാർട്ടിക്കുള്ളിൽ അറിയിച്ചാണ് അവർ വീണ്ടും സീറ്റ് തരപ്പെടുത്തിയത്. അങ്ങനെ 3ാം ടൈമും അവർ 2016 മത്സരിക്കുന്നു. പക്ഷേ ഈ 2016 കഴിയുമ്പോൾ ഈ ടൈം നിബന്ധന CPM കർക്കശമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 2 ടൈം മത്സരിച്ചവരൊക്കെ മാറി നിൽക്കേണ്ടി വന്നത്. സ്വാഭാവികമായും ഐഷ പോറ്റിക്കും മാറേണ്ടി വന്നു. പക്ഷേ അവർ പൂർണ്ണ തൃപ്തിയോടെ അല്ല അവർ MLA സ്ഥാനത്ത് അല്ലെങ്കിൽ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പല പദവികൾ അവർ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അവരെ ദേവസ്വം ബോർഡിലേക്ക് പരിഗണിക്കും, ദേവസ്വം ബോർഡ് അംഗമായി പരിഗണിക്കുമെന്ന പ്രതീക്ഷയൊക്കെ അവർക്കുണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കും അവരുടെ പേര് തുടക്കത്തിൽ പറഞ്ഞു കേട്ടതാണ്. അങ്ങനെ പല പദവികൾ അവരെ പരിഗണിച്ചെങ്കിലും അവർ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് ഒന്നും നൽകാൻ CPM കഴിഞ്ഞില്ല. ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ട്രഷറർ എന്നൊരു സംഘടനാ പദവി മാത്രമാണ് അവർക്ക് നൽകിയത്. CPM ജില്ലാ കമ്മിറ്റിയിലും അംഗമായിരുന്നു. കഴിഞ്ഞ തവണ ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തില്ല. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM ഒഴിവാക്കി. പിന്നീട് കുറച്ചു നാൾക്ക് ശേഷം അവരെ ഏരിയ കമ്മിറ്റി, കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി ഉൾപ്പെടുത്തി. ഇപ്പോൾ നിലവിൽ അവർ CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗമാണ്, ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന നേതാവുമാണ്. പക്ഷേ ഈ 2 പദവികളിലും 2 ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കുന്നില്ല എന്നുള്ള വസ്തുത. പാർട്ടി യോഗങ്ങളിലോ പാർട്ടി പരിപാടികളിലോ അവർ പങ്കെടുക്കുന്നില്ല. പൂർണ്ണമായും CPM അകന്നു നിൽക്കുകയാണ് ഐഷ പോറ്റി. അവർ നേരത്തെ BJP പോയേക്കും. ഐഷ പോറ്റിയെ BJP അവരുടെ പാളയത്തിലെത്തിക്കാൻ ശ്രമം നടത്തുമെന്ന് വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ചർച്ചകളൊക്കെ ആ തരത്തിൽ നടന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ കോൺഗ്രസിലേക്കാണ് അവർ പോകുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഒരു ഔദ്യോഗികമായി അവർ ഇതുവരെയും കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ CPM-മായി അവർ സഹകരിക്കാൻ തയ്യാറല്ല, CPM-മായി അവർ മുന്നോട്ട് പോകാൻ തയ്യാറല്ല. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് തന്നെ അവർ പോയേക്കാം. അവർ കൊട്ടാരക്കരയിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അത് ആരോഗ്യ പ്രശ്നങ്ങൾ, നേരത്തെ MLA ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന കാര്യം വ്യക്തതയില്ല. പക്ഷേ കോൺഗ്രസിന് അവരെ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, കോൺഗ്രസിൽ അവർ വരികയും കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കുകയും ചെയ്താൽ വലിയ നേട്ടമായി കോൺഗ്രസിന് അത് ഉയർത്തിക്കാട്ടാൻ കഴിയും. വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസിന് കൊട്ടാരക്കര പോലെ CPM വലിയ സ്വാധീനമുള്ള, ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം CPM ആ രീതിയിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയ മണ്ഡലത്തിൽ ബാലകൃഷ്ണപിള്ളയുടെ വോട്ടുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അത്തരത്തിലൊരു ഈ പാർട്ടി ബന്ധത്തിനപ്പുറത്തേക്ക് വിപുലമായ വ്യക്തിബന്ധമുള്ള ഒരു നേതാവിനെ ഐഷ പോറ്റിയെ പോലെ ഒരു മുഖത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ ഊർജ്ജം നൽകുമെന്ന്. കൊല്ലം ജില്ല വളരെ പ്രതീക്ഷയോടെ കോൺഗ്രസ് അടുത്ത തവണ കാണുന്ന ഒരു ജില്ല കൂടിയാണ്. അവിടെ ഐഷ പോറ്റിയെ കൊട്ടാരക്കര അവരുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് സമാനതകളില്ലാത്ത ഒരു നേട്ടമായി തന്നെ അവർ കാണും. വലിയ പ്രതീക്ഷ അവർക്ക് ഉണ്ടാകും. കാരണം ഈ പാർട്ടി ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് എപ്പോഴും വ്യക്തിബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു MLA ആയിരുന്നു ഐഷ പോറ്റി. മണ്ഡലത്തിൽ വളരെ സജീവമായി നിന്ന ഒരു MLA, ജനങ്ങളുടെ വളരെ വ്യക്തിപരമായ വിഷയങ്ങളിൽ പോലും കൃത്യമായി ഇടപെട്ടുന്ന ഒരു MLA എന്ന് CPM നേതാക്കൾ പോലും അവരെപ്പറ്റി പറയുന്നുണ്ട്. ആ ഒരു നേതാവിനെ കോൺഗ്രസിന് ലഭിച്ചാൽ അത് CPM ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. KN ബാലഗോപാലിൻ്റെ CPM കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ധനമന്ത്രിയുടെ മണ്ഡലമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും അത്ര അനായാസം CPM ഇനി ജയിച്ചു വരാൻ കഴിയുന്ന ഒരു മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കൊട്ടാരക്കര ഐഷ പോറ്റിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ CPM അത്ര പെട്ടെന്ന് ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണവശാലും അവർ കൊട്ടാരക്കര ഉൾപ്പെടുത്തില്ല. കൊട്ടാരക്കര വെല്ലുവിളി നിറഞ്ഞ മണ്ഡലമായി CPM മാറുമെന്ന് ഉറപ്പാണ്. ഐഷ പോറ്റി അത്രയധികം ജനസ്വാധീനമുള്ള നേതാവാണ് കൊട്ടാരക്കരയിൽ നിന്ന് CPM നേതാക്കൾ പോലും രഹസ്യമായി ഇപ്പോഴും സമ്മതിക്കുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരുപക്ഷെ എല്ലാ സർക്കാരുകളിലും ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലും ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരിക ധനവകുപ്പാണ്. സ്വാഭാവികമായി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് ധനവകുപ്പിൻ്റെ മുകളിലേക്കാണ് ചെല്ലുക. അത് നമ്മൾ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ കണ്ടതാണ് അരുൺ. അങ്ങനെയെങ്കിൽ
ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി വന്നാൽ അത് അരുൺ സൂചിപ്പിച്ചു വെച്ചതുപോലെ കൊട്ടാരക്കരയിൽ കെ.എൻ. ബാലഗോപാലും CPM-ന് ഒരുപോലെയും. കാരണം അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഐഷ പോറ്റി എന്ന ജനകീയ മുഖത്തിലൂടെയാണ് ആ മണ്ഡലം തിരിച്ചു പിടിച്ചത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വീണ്ടും അത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെ മുൻകൂട്ടി കാണുന്നില്ലേ CPM? അവർ മാറി നിന്ന അത്രയും നാൾ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2024 ഒക്ടോബറിലൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചത് ഇനി പാർട്ടി വേദികളിലേക്കില്ല, ഈ CPM രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പലപ്പോഴും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അതൃപ്തി, എന്തായിരുന്നു സംഭവിച്ചതെന്ന അതൃപ്തിയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആയാൽ ഒരുപക്ഷെ CPM-ന് ഒരു വലിയ തിരിച്ചടി വന്നേക്കാം. തീർച്ചയായിട്ടും CPM-ന് സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. ശക്തമായ രാഷ്ട്രീയ വോട്ടുകളുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. ബാലകൃഷ്ണപിള്ള എന്ന നേതാവ് അത് രാഷ്ട്രീയത്തിനപ്പുറത്തായി സൂചിപ്പിച്ച പോലെ വ്യക്തിബന്ധങ്ങളും കൊട്ടാരക്കരയുടെ മുഖമായി തന്നെ നേതാവായിരുന്നു ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ളയും CPM-ഉം തമ്മിലായിരുന്നു അവിടെ മത്സരം. പക്ഷേ ബാലകൃഷ്ണപിള്ളയെ തന്നെ പരാജയപ്പെടുത്തി വരിക എന്ന് 2006 അത് അത്ര ചെറുതല്ലാത്തൊരു നേട്ടമാണ്. ബാലകൃഷ്ണപിള്ളയെ അതിനു മുമ്പ് അവിടെ തദ്ദേശ സ്ഥാപന അധ്യക്ഷയൊക്കെ ആയിരുന്നു. അങ്ങനെ ബാലകൃഷ്ണപിള്ളയെ തന്നെ പരാജയപ്പെടുത്തി വന്നു എന്നുള്ളതാണ് ഐഷ പോറ്റിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പിന്നീട് അവർ അവിടെ ആ സ്വാധീനം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. സാധാരണഗതിയിൽ വന്ന ശേഷം ചില MLA-മാരെയൊക്കെ ജനങ്ങൾ ആ രീതിയിൽ വലിയ സ്വാധീനമുണ്ടെങ്കിൽ പോലും, സംഘടനയ്ക്ക് സ്വാധീനമുണ്ടെങ്കിൽ പോലും MLA-യോട് അത്രയധികം പ്രതിപത്തി ജനങ്ങൾ കാണിച്ചു. പക്ഷേ ഐഷ പോറ്റിയുടെ അങ്ങനെയല്ല. പാർട്ടിക്കുള്ള സ്വാധീനം വർദ്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ MLA-യും വലിയ രീതിയിൽ സ്വീകാര്യമായിരുന്നു. ആ MLA ആണ് 3 ടേബിൾക്ക് ശേഷം മാറി നിൽക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായി CPM-ന്റെ സംഘടനാ തീരുമാനമായിരുന്നു അത്. പക്ഷേ അവരെ പിന്നീട് കൂടെ ചേർക്കാൻ, അവർക്ക് സ്വാഭാവികം മറ്റു പദവികൾ അവർ ആഗ്രഹിച്ചിരുന്നു. അതിലെത്രത്തോളം ധാർമ്മികത ഉണ്ടോ എന്നുള്ളതൊക്കെ മറ്റു കാര്യമാണ്. 3 തവണ MLA ഒരാൾ വീണ്ടും ഒരു പദവി ആഗ്രഹിക്കുക, CPM ഒരു പാർട്ടിയിൽ അത് ആവശ്യപ്പെടുക, അതൊക്കെ അത്ര സാധാരണമല്ല ഉള്ള കാര്യമല്ല. എങ്കിൽ പോലും അവരത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവരെ പദവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ CPM നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതാണ് കൊല്ലം ജില്ലയിൽ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇത്തരത്തിൽ CPM-മായി നിസ്സഹകരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ CPM വിട്ടു പോകുമെന്ന ഇത്തരം ചർച്ചകളൊക്കെ വരുന്നത്. ഒരു തരത്തിലും പാർട്ടിയുമായി ബന്ധമില്ലാന്ന് അവർ തന്നെ പറയുമ്പോൾ എത്രത്തോളം അകൽച്ചയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു നേതാവ് കോൺഗ്രസിൽ വന്നാൽ, കോൺഗ്രസിനും സാമാന്യം നല്ല സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. ആ കോൺഗ്രസിന്റെ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഐഷ പോറ്റിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ കൂടി വന്നാൽ ഒരുപക്ഷെ അവിടെ ബാലഗോപാൽ മത്സരിച്ചാൽ പോലും CPM-ന് അത്ര ചെറുതല്ലാത്ത വെല്ലുവിളി ഉണ്ടാകേണ്ടി വരും. നേരത്തെ ഐഷ പോറ്റി BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ അവിടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ നേതാക്കൾ മത്സരിക്കുന്നതിന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ബാലഗോപാൽ പക്ഷേ കൊല്ലത്തേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പഴകുളം മധു, കൊട്ടാരക്കരയിൽ നാളെ നടക്കുന്ന പരിപാടി, കൊട്ടാരക്കരയിൽ കലയപുരത്ത് കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഐഷ പോറ്റി പങ്കെടുക്കുന്നു. അത് സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിന്റെ മുന്നോടിയാണ് ഈ പരിപാടി എന്നാണ് രാഷ്ട്രീയമായി ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നവർ പറയുന്നത്. അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു? ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട നേതാക്കന്മാർക്ക് പങ്കെടുക്കാം. അതിനൊരു രാഷ്ട്രീയ പരിപാടിയായിട്ടല്ല ഞങ്ങൾ കാണുന്നതും ജനങ്ങൾ കാണുന്നതും.